ഹലോ, സിമ്പിളായിട്ട് ജിലേബി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ ബൗളിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്, മഞ്ഞളും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ ഈ രീതിയിൽ നമുക്ക് മാവിനെ ആക്കിയെടുക്കാം കേട്ടോ, ജിലേബി പോലെ. പിന്നെ അപ്പുറത്ത് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1 സ്ട്രിങ് കൺസിസ്റ്റൻറ്റ് വേണ്ട, പക്ഷേ ഇച്ചിരി കട്ടിക്ക് വേണം ഷുഗർ സിറപ്പ് ഇരിക്കാൻ. അപ്പോൾ ചൂടോടെ ഇത് കൊണ്ടുപോയി അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതിയാവും. അടിപൊളി ജലേബി റെഡിയാവും. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. ഇനി അടുത്തത് ലഡ്ഡു ആണ്. സിമ്പിളായ നല്ല ഒരു ഹെൽത്തി ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് നമുക്ക് ഇച്ചിരി റവ, 1 കപ്പ് റവ, ഇച്ചിരി ബദാം, പിന്നെ വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഫ്ലാക്സ് സീഡും ചേർത്തിട്ടുണ്ട്, വാൾനട്ട് ഒക്കെ ചേർക്കാം. ഇത് നല്ല രീതിയിൽ വറുത്ത് പൊടിക്കുക. പൊടിക്കുമ്പോൾ ഏലക്കയും കൂടി ഇട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. ഇതിന് നമുക്ക് വേണമെങ്കിൽ കുങ്കുമപ്പൂ അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം, നെയ്യ്, പിന്നെ ശർക്കര. ഇപ്പോൾ ശർക്കര സിറപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, വെള്ളം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉണ്ട ഉരുട്ടാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ട ഉരുട്ടി വയ്ക്കാം. ഇനി അടുത്തത് സിമ്പിൾ ചോക്ലേറ്റ് ലഡ്ഡു ആണ്. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇൻസ്റ്റാൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മുകളിൽ കൂടെ ലൈറ്റായിട്ടൊന്ന് കൊക്കോ പൗഡർ വിതറി കൊടുത്താൽ മാത്രം മതി. അതിനാവശ്യം ഒരു ബൗളിനകത്ത് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ്, നമുക്ക് എത്ര ലഡ്ഡു ഉണ്ടാക്കണം അതനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡാണ്. അതിൽ നമുക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മാത്രം ചേർക്കണം. അപ്പോൾ കൊക്കോ പൗഡറും ചേർക്കുമ്പോൾ അത് നല്ല രീതിയിൽ കട്ടിയാവുമ്പോൾ മാത്രമേ നമുക്ക് ഉണ്ട ഉരുട്ടാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് കയ്യിലിച്ച് നെയ്യൊക്കെ അപ്ലൈ ചെയ്ത് ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കീസാണ്. വീറ്റിൻ്റെ കുക്കീസാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ബട്ടർ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ശർക്കരയും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നല്ലൊരു കളറിന് വേണ്ടി കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസി മാത്രം മതിയാവും. പിന്നെ നമുക്ക് ചോക്ലേറ്റ്സ്, നട്ട്സ് എന്ത് വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ സിലിക്കോണിൻ്റെ മിക്സർ നല്ലതാണ് കേട്ടോ. മിക്സ് ചെയ്യുന്ന ഈ ഒരു സ്പാച്ചുല നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളാണ്. ഇതിൽ ഏത് ഡിസൈനോ ഏത് പാറ്റേൺ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് വരെ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് അടിപൊളി അടയാണ്. അപ്പോൾ അട ജസ്റ്റ് നമുക്ക് നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയത്, അതിനകത്ത് സ്റ്റഫിങ് തേങ്ങയും ശർക്കരയും വെച്ചിട്ട് നമുക്ക് ഇലയോടെ പാൻ്റെ മുകളിൽ നല്ല രീതിയിൽ 2 സൈഡിൽ ചുട്ടെടുക്കാം കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയായിട്ടാണ് തോന്നിയത്. നോർമലി നമ്മൾ കുക്കറിലല്ലാതെ ഇടിയപ്പം പാനിലല്ലാതെ നമുക്ക് ഇങ്ങനെയും ചുട്ടെടുക്കാം. അടുത്തത് സിമ്പിളായ ഒരു ഫലൂഡ നല്ല ഹെൽത്തി വേയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ സബ്ജ സീഡ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം പഞ്ചസാരയാണ്. പിന്നെ കസ്റ്റർഡ് പൗഡർ 2 ടേബിൾ സ്പൂണ്, അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ്. പിന്നെ സബ്ജ സീഡ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് ഇതേ രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൗഡർ എല്ലാം കൂടി ഇട്ട് ഒരു പാനിൽ വെച്ചിട്ട് അതിലാവശ്യത്തിന് പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റർഡ് പൗഡർ ഇട്ടുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കട്ടിയാവും. അപ്പോൾ ആ ഒരു കട്ടിയാവുന്ന വരെ ഞാൻ സേമിയയും ചേർത്തിട്ടുണ്ട്, കുങ്കുമപ്പൂവും ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിക്കകത്ത് പിള്ളേർക്ക് ഒരു ഭംഗിയിൽ തോന്നിക്കാനാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ കസ്റ്റർഡിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് അതിനകത്ത് ഇടാം. പിന്നെ സബ്ജ സീഡ് ഇടാം, നട്ട്സ് ഇടാം, നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഐസ്ക്രീം ഇല്ലാതെ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഐസ്ക്രീം എല്ലാം കുട്ടികൾക്ക് ചിലപ്പോൾ എപ്പോഴും കഴിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഹെൽത്തി വേയിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.